എന്നാലും കാര്യം പറയാം. ആ പെണ്ണിൻ്റെ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ തന്നെ എനിക്ക് തോന്നിയിരുന്നു, അതായത് കഴുതപ്പുറത്തിരിക്കുമ്പോൾ ആ പുറകിലിരിക്കുന്ന ആൾ ആ പെണ്ണിനെ ശരിക്കും ടച്ച് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായ കാര്യം, ഒരു ആൾക്ക് മാത്രം കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടമാണ് കഴുതയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. അത് ബൈക്കിൻ്റെയൊക്കെ സീറ്റ് പോലെ. ആ പെണ്ണിരുന്ന് കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതായത് ഇങ്ങനെ കുഴിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതിന് പിൻഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ആ പൊന്തി നിൽക്കുന്നതിൻ്റെ അപ്പുറം ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാൽ അവർ തമ്മിൽ കൂട്ടുന്നില്ല. ഇപ്പോൾ കഴുത പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിർത്തുന്നില്ല, കുറേ നേരമായി തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നുണ്ട് ആകെ. അതിന് ആൾക്കാർ നല്ലോണം കമൻസ് ഇടുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ ഇനിയൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം. അയാളിരിക്കുന്നത് ഈ കഴുതയുടെ പിൻഭാഗം ഇത്തിരി ഇറങ്ങി അങ്ങ് തുമ്പത്ത്, അതായത് ഇവിടെ വാലാണെങ്കിൽ ഈ ഭാഗത്താണ് അയാളിരിക്കുന്നത്. പിന്നെ നടുക്ക കുഴിഞ്ഞ ഭാഗത്താണ് പെണ്ണിരിക്കുന്നത്. അയാൾ അവിടെ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു വീഡിയോയിൽ ജസ്റ്റ് അയാളുടെ കൈ അവളുടെ വയറ്റത്ത് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല, ആ ഫീലൊന്നല്ല അവൾ കാണിച്ചു വിടുന്നത്. വേറെ എന്തോ കാര്യമായിട്ട് പിന്നിലിരുന്ന് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖമൊക്കെ അങ്ങ് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ട്. അവർക്ക് ഭാഷലാവാതുകൊണ്ട് പോയി തൂങ്ങിയില്ല. പക്ഷേ ഇത് ശരിക്കും ഏറ്റെടുക്കണം, പണി കൊടുക്കും. അവളുടെ അതിനു മുമ്പുള്ള വീഡിയോക്കെ ഞാൻ നോക്കി, അതിൻ്റെ റീച്ചൊക്കെ ശരി മാത്രം 1K എബോവിന് 2K കൂടുതൽ വീഡിയോയ്ക്കും, അതായത് 2 ആഴ്ച മുമ്പുള്ള കൂടുതൽ വീഡിയോയ്ക്കും 1000-ന് താഴെയാണ് വ്യൂസ്. ഈ ഒരൊറ്റ വീഡിയോ കടന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉഡായില്ല ഈ പരിപാടി. കാണാൻ കൊള്ളാവുന്നത് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വേണ്ടത്ര സുരക്ഷിതത്വം നോക്കണ്ടേ. അങ്ങനെ ഇപ്പോൾ അരുണ്യ പഠിച്ചതായിരിക്കും. അരുണ്യമൊക്കെ പയറ്റി തെളിഞ്ഞ ആളാണ്. അതുപോലെ എല്ലാവർക്കും പറ്റുമോ? നമ്മളെ വീഡിയോയിൽ കണ്ട എന്ത് വിജനതയാണ്. നമ്മുടെ നാടായാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ചെറുപ്പക്കാരൻ നല്ലതായതുകൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ കാണായിരുന്നു, ഓടി പോലും ഉണ്ടാവില്ല. അത്ര തന്നെ. ഈ ഒരു വിളി കേൾക്കാൻ പോലും ഇല്ലാത്തൊരു മരുഭൂമിയിൽ, പാറകളൊക്കെ നിറഞ്ഞൊരു മരുഭൂമി, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യണം. അത് ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമായോ? അരുണിമയാണെങ്കിൽ ഓരോ മലയുടെ മുകളിലൊക്കെ പോയിട്ട് ഓരോ ടെൻറ്റിനകത്ത് 2-3 ആണുങ്ങളുടെ കൂടെ കിടക്കണം. അവരുടെയൊക്കെ ചങ്കൂറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ദൈവാധീനം. മനുഷ്യൻ്റെയും അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം സ്ത്രീകൾക്ക്